ശരി, തെറ്റ്, നായകൻ, വില്ലൻ, ഇങ്ങനെ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളെയും ചലഞ്ച് ചെയ്യുന്ന, നമ്മളെ മോറൽ ഡിലമയിലാക്കുന്ന 3 സിനിമകൾ ഞാൻ പരിചയപ്പെടുത്താം. അറ്റ് നമ്പർ 3, ദ ഡേവിഡ് ഫിഞ്ചർ ക്ലാസിക് ഗോൺ ഗേൾ. അതായത് റോസമോണ്ട് പൈക്ക് അവതരിപ്പിക്കുന്ന ആമി എന്നുള്ള കഥാപാത്രം മിസ്സിംഗ് ആവുന്നു. അപ്പോൾ ഭർത്താവാണ് മാറ്റ് ഡേമൺ പോർട്രേ ചെയ്യുന്ന മൈക്ക്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മൈക്കിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ ആമി ഭയങ്കര വിഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ഒരാളായിട്ടാണ് തോന്നുന്നത്. പക്ഷെ പോകെ പോകെ നമുക്ക് മനസ്സിലാവും മൈക്കും അത്ര വെടിപ്പൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ്, ആമി സെയിം ടൈം മാനിപ്പുലേറ്റീവ് ആണ്, വിക്ടിം കാർഡും പ്ലേ ചെയ്യും, അതേസമയം വിഷ്യസ് ആയിട്ടും ബിഹേവ് ചെയ്യും. അപ്പോൾ ആരാണ് ശരി? അതുപോലെ ഈ വിവാഹബന്ധത്തിലുള്ള വിള്ളലുകൾ, അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ് ഗോൺ ഗേൾ. എസ്പെഷ്യലി ഡേവിഡ് ഫിഞ്ചർക്ക് പുസ്തകങ്ങൾ സിനിമയാക്കാൻ ഭയങ്കര കഴിവാണ്. ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു എന്നൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനൊരു മോറൽ ഡിലമയിലാണ് അവസാനം നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. വിവാഹം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇനി വിവാഹം കഴിക്കണോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിൽ അത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് ഗോൺ ഗേൾ. അറ്റ് നമ്പർ 2, ഇറ്റ് ഈസ് നോ കൺട്രി ഫോർ ഓൾ മെൻ. ജാവിയർ ബോർഡം പോർട്രേ ചെയ്തിട്ടുള്ള ആൻറ്റൺ ചഗ് എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ടോമി ലീ ജോൺസിൻ്റെ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഓൾഡ് സ്കൂളാണ്. പുള്ളി പ്രോപ്പർ ലോ ഒക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് ഉള്ള ഒരാളാണ്. പക്ഷേ പുള്ളിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ജാവിയറിൻ്റെ ക്യാരക്ടർ ആണെങ്കിലോ ഒരു കോയിൻ ടോസിലൂടെ എല്ലാ ജീവിതങ്ങളും ഡിസൈഡ് ചെയ്യുന്നു. പുള്ളിയുടെ ഫേമസ് കോയിൻ ടോസ് സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കാൻ തുടങ്ങുന്നു, ഈ വിധി എന്ന് പറയുന്നത് ഒരു കോയിൻ ടോസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിലെ റൂൾസ്, മൊറാലിറ്റി, ഇതിനൊക്കെ എന്ത് വിലയാണുള്ളത്? അപ്പോൾ എഗെയിൻ നമ്മുടെ മോറൽ കോമ്പസിനെ ഷെയ്ക്ക് ചെയ്യുന്നൊരു പടമായിട്ടാണ് എനിക്ക് നോ കൺട്രി ഫോർ ഓൾ മെൻ ഫീൽ ചെയ്തിട്ടുള്ളത്. അറ്റ് നമ്പർ 1, ഇറ്റ്സ് അഗെയിൻ ഡേവിഡ് ഫിഞ്ചർ വിത്ത് 7. ജോൺ ഡോ എന്ന് പറയുന്ന കെവിൻ സ്പേസി അവതരിപ്പിച്ച ലെജൻഡറി വില്ലൻ. ഇതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സ് ഇൻ ഹോളിവുഡ് എന്ന് ഞാൻ പറയും. കാരണം അവിടെ ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു മോറൽ ഡിലമയുണ്ട്. തൻ്റെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻ ആണോ, അതോ ലോ എൻഫോഴ്സ്മെൻ്റ് ആണോ, അതോ സൊസൈറ്റി ആണോ, എന്താണ് മുകളിൽ എന്ന് അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദ വില്ലൻ ഡിസൈഡ്സ് ഇറ്റ് ഫോർ ഹിം യൂസിങ് ഹിസ് ലൈഫ്. അപ്പോൾ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മോറൽ ഡിലമ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മൂവീസിൽ ഇറ്റ് ഈസ് 7. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മോറൽ ഡിലമ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പടങ്ങളെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, and please don't spoil the climax of these 3 movies in the comment section. Thank you.